എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷു ആഘോഷത്തിനെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷു. മലയാളി ജ്യോതിശാസ്ത്ര കലണ്ടർ അനുസരിച്ച് ആദ്യത്തെ മാസമാണ് മേടമാസം. മേടമാസത്തിലെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ വിഷു ആയിട്ട് ആഘോഷിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കർണാടകയുടെ മംഗലാപുരം പോലെയുള്ള ചില ഭാഗങ്ങളിലും പിന്നെ തമിഴ്നാട്ടിലെ തീരദേശ പ്രദേശങ്ങളായ കന്യാകുമാരിയിലൊക്കെ വിഷു ഒരു ഉത്സവമായി ആഘോഷിക്കുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഇന്ത്യയിലുടനീളം ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അത് പല പല പേരുകളിലാണെന്ന് മാത്രം. ആസാമിൽ ബിഹു, തമിഴ്നാട്ടിൽ പുത്താണ്ട്, ഒറീസയിൽ വിഷു സംക്രാന്തി, പഞ്ചാബിൽ വൈശാഖി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ച് ഇത് എല്ലാ വർഷവും ഏപ്രിൽ 14 അല്ലെങ്കിൽ 15 തീയതികളിലാണ് വരുന്നത്. മലയാളികൾ വിഷുവിനെ പുതുവത്സര ദിനമായി ആഘോഷിക്കുന്നു. സംസ്കൃത ഭാഷയിൽ വിഷു എന്ന് പറഞ്ഞാൽ തുല്യം എന്നാണ് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ തുല്യമായ പകലും രാത്രിയും എന്നാണ് അർത്ഥമാക്കുന്നത്. വിഷു ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷുക്കണി ഒരുക്കൽ. എന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ ശുഭദിനത്തിൽ പുതുവർഷത്തിൻ്റെ ആദ്യ കാഴ്ചയായി വിഷുക്കണി കാണണം. അതൊരു വിശ്വാസമാണ്. അങ്ങനെ നമ്മൾ വിഷുക്കണി കണ്ടാൽ വരാനിരിക്കുന്ന വർഷം സമാധാനപരവും സമൃദ്ധവുമായിരിക്കും എന്നാണ് വിശ്വാസം. വിഷുക്കണിക്ക് വേണ്ടി നമ്മൾ പഴങ്ങൾ, ധാന്യങ്ങൾ, പച്ചക്കറികൾ, വിളക്കുകൾ, പൂക്കൾ, തേങ്ങ, സ്വർണം, കണ്ണാടി, പിന്നെ പുണ്യഗ്രന്ഥമായ രാമായണം അല്ലെങ്കിൽ ഭഗവത്ഗീത മുതലായവയുടെ ഒരു ശേഖരം, ഒരു വലിയ വൃത്താകൃതിയിലുള്ള പാത്രത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ഒക്കെ വയ്ക്കണം. പിന്നെ വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കൊന്നപ്പൂ. ഇത് വിഷുക്കാലമാകുമ്പോഴേക്കും നിറയെ കൊന്നപ്പൂ പൂത്തു നിൽക്കും. കൊന്നപ്പൂവും പിന്നെ സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരി, മാങ്ങ, ചക്ക എന്നിവയൊക്കെ ഉപയോഗിക്കുന്നു. വിഷുവിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഇതൊക്കെ ശ്രദ്ധാപൂർവം വീട്ടിലുള്ളവർ അത് ഒരുക്കി വയ്ക്കും. വിഷു പുലരി ദിനത്തിൽ ആദ്യം കണി കാണുന്നത് വിഷുക്കണിയോട് കൂടിയ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ ദർശനമാണ്. അങ്ങനെ കാണുന്ന ചടങ്ങിനെയാണ് കണി കാണൽ എന്ന് പറയുന്നത്. അതിരാവിലെ തന്നെ ഈ ശുഭകാഴ്ചകൾ ആദ്യം കാണുന്നത് വർഷം മുഴുവനും ഐശ്വര്യം കൊണ്ടുവരുമെന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ വീട്ടിലുള്ള മുതിർന്നവർ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നു. പിന്നെ നല്ല സദ്യ, അങ്ങനെ പുതുവസ്ത്രം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങൾ. അങ്ങനെ വർഷം മുഴുവനും സമൃദ്ധവും ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.